ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നാണെങ്കിൽ പച്ചക്കറി വാങ്ങിയ സമയത്ത് സാധാരണ നമുക്ക് ഒന്നോ രണ്ടോ കിഴങ്ങൊക്കെയാണ് പച്ചക്കറിക്കകത്ത് കിട്ടുന്നത്. ഇന്നാണെങ്കിൽ ഒരു 7-8 കിഴങ്ങുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച മോങ്കുട്ടനൊന്ന് ലേസ് പോലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഞാനത് ചെത്തിയപ്പോഴത്തേക്ക് അമ്മ വന്നിട്ടത് അരിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അരിഞ്ഞ സമയത്ത് നല്ല തിക്കായിട്ടാണ് അരിഞ്ഞത്. അപ്പം നമ്മൾ അരിയുന്ന സമയത്ത് കുറച്ച് നൈസായിട്ട് അരിയണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കിഴങ്ങിങ്ങനെ ഉള്ളൊക്കെ ഒന്ന് വേവാത്ത പോലെ എന്തോ ഇങ്ങനെ കുഴകുഴാന്നിരിക്കും, ഒരു ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരിഞ്ഞതിന് ശേഷം ഒന്ന് വെയിലത്ത് വെച്ച് കുറച്ച് നേരം ഉണക്കി. നമ്മൾ ഉച്ച സമയത്ത് നല്ല വെയിലാണല്ലോ, അപ്പം അങ്ങനെ കൊണ്ടുവന്ന് ഉണക്കിയതിന് ശേഷമാണ് ഞാനിത് വറുക്കുന്നത്. അപ്പം നമ്മൾ എണ്ണ ചൂടാക്കി, ഞാനിതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇപ്പോൾ ആഡ് ചെയ്തില്ല, മുളക് പൊടിയോ അല്ലെങ്കിൽ ഉപ്പോ അങ്ങനെ ഒന്നും ആഡ് ചെയ്തില്ല. ഫസ്റ്റ് ഞാൻ ചെയ്തത് ഇത് കുക്ക് ചെയ്തെടുക്കുകയെന്ന്, അതായത് വറുത്തെടുക്കുക ചെയ്തത് കുറേശ്ശെ ആയിട്ട്. അപ്പം അങ്ങനെ വറുത്തെടുത്തതിന് ശേഷം ലാസ്റ്റ് ഞാൻ കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് കൊടുത്തു. അപ്പോൾ അവനത് ഇഷ്ടമാവുകയും ചെയ്തു. പക്ഷേ ഞാൻ ലാസ്റ്റ് ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഉപ്പ് ഇടുന്ന കാര്യം അത് ഇട്ടു, പക്ഷേ അത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇതിൽ ഇങ്ങനെ കിഴങ്ങ് വറക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും മസാലയോ അത്രയും ഒന്നും കുട്ടികൾക്ക് പ്രശ്നമാകത്തില്ല. ഇങ്ങനെ ആകുമ്പം ഹെൽത്തി ആയിരിക്കും. അപ്പം ഇങ്ങനൊന്ന് ഉണ്ടാക്കി നമുക്ക് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിനെക്കാട്ടിലും കുട്ടികൾക്ക് കൊടുക്കാനിത് ഹെൽത്തിയുമാണ്. അപ്പം ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.